പറവൂർ ചാങ്ങാപ്പാറ സ്വദേശിനി ഷിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. റിസർവ് വനത്തോട് ചേർന്ന സ്ഥലത്താണ് സംഭവം. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങി. വിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ഈ റിസർവ് ഫോറസ്റ്റ് ഏരിയയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു പുലി കിണറ്റിൽ അകപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും. ആ കിണർ എന്ന് പറഞ്ഞാൽ വക്കുകെട്ടില്ലാത്ത കിണറാണ്, തറനിരപ്പായിട്ടുള്ള കിണറാണ്. ഈ കിണറ്റിലാണ് പുലി അകപ്പെട്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുലിയെ പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത് നേരത്തെയും ഈ പുലിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും പുലിയെ പുറത്തെടുത്തെങ്കിൽ മാത്രമേ ഈ പുലിയുടെ പ്രായം അടക്കം കണക്കാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പുലി ആ കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതിപ്പോൾ ജനവാസ മേഖലയാണ് എന്നും കൂടി മനസ്സിലാക്കുന്നു. ഈ മയക്കുവെടി വെച്ച ശേഷമാകുമോ പുലിയെ പുറത്തേക്ക് എടുക്കുക? എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ശ്രമകരമായ ദൗത്യമാണ് വനംവകുപ്പിന് മുമ്പിലുള്ളത് എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായും ഈ 14 അടി താഴ്ചയുള്ള കിണറാണ്. ഇതിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമവും നിരവധി തവണ പുലി നടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കിണറ്റിൽ ക്ഷീണിതനായിട്ടാണ് പുലി കിടക്കുന്നത്. വനപാലക സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നടപടിക്രമത്തിലേക്ക് അവർ നീങ്ങുകയാണ്. എന്തായാലും പുലിയെ ഇപ്പോൾ പുറത്തെടുത്തിട്ടില്ല. പുലി കിണറ്റിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. അതിനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. ശരി, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കൊല്ലത്ത് കിണറ്റിൽ പുലി വീണിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിസർവ് വനത്തോട് ചേർന്ന സ്ഥലത്താണ് പറവൂർ ചാങ്ങാപ്പാറ സ്വദേശിനി ഷിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് ഈ പുലി വീണത്. അവിടെ ഇപ്പോൾ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിനീഷാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.